40കളുടെ തുടക്കത്തിൽ നടന്ന ഒരു കഥ. ആൽബർട്ട് അലക്സാണ്ടർ എന്നൊരു പോലീസ് കോൺസ്റ്റബിളിന്റെ 2 ശ്വാസകോശങ്ങളിലും മാരകമായ ബാക്ടീരിയ ബാധിച്ചു. വിദഗ്ധ ഡോക്ടർമാർ അയാൾക്ക് മരണവും വിധിച്ചു. വളരെ യാദൃശ്ചികമായാണ് ചാൾസ് ഫ്ലെച്ചർ എന്ന യുവശാസ്ത്രജ്ഞൻ ആൽബർട്ടിനെ കാണാനെത്തുന്നത്. ഈ സമാഗമം വൈദ്യശാസ്ത്രത്തിലെ ഏറ്റവും വിപ്ലവകരമായ കണ്ടുപിടുത്തത്തിന് വഴിതെളിച്ചു. ഈ കഥ നടക്കുന്നതിന് 1 ദശകം മുൻപ് തന്നെ അലക്സാണ്ടർ ഫ്ലെമിംഗ് പെൻസിലിൻ കണ്ടെത്തിയെങ്കിലും അദ്ദേഹത്തിന് അത് വേർതിരിക്കാനായില്ല. ഹോവാർഡ് ഫ്ലോറി എന്ന വിശ്രുതനായ ഗവേഷകനാണ് പിന്നീട് പെൻസിലിൻ വേർതിരിച്ചത്. അങ്ങനെ 200 ഗ്രാം പെൻസിലിൻ ഫ്ലെച്ചർ രോഗിയിൽ കുത്തിവെച്ചു. മരണം കാത്തിരുന്ന രോഗി 5 ദിവസം കൊണ്ട് ഏറെക്കുറെ സാധാരണ നിലയിലായി. എങ്കിലും ഈ കഥ ശുഭപര്യവസായി ആയില്ല. കരുതിവെച്ച പെൻസിലിൻ തീർന്നതിനാൽ മാർച്ച് 15-ന് ആൽബർട്ട് മരിച്ചു. സ്ട്രെപ്റ്റോകോക്കസ്, സ്ട്രെഫലോകോക്കസ് എന്നീ ബാക്ടീരിയകളാണ് ഗുരുതരമായ ഈ രോഗത്തിന് കാരണം. മുറിവുകളിലൂടെയാണ് അണുബാധ ഉണ്ടാകുന്നത്. യുദ്ധരംഗത്ത് ആയിരക്കണക്കിന് പട്ടാളക്കാർ ഇത്തരത്തിൽ മരണമടയുക പതിവായിരുന്നു. അനേകം ഭടന്മാരുടെ ജീവിതം രക്ഷിച്ചതിലൂടെ ലോകമെങ്ങും ശ്രദ്ധിക്കപ്പെട്ട ഒരു കണ്ടുപിടുത്തമായി മാറി പെൻസിലിൻ. പിൽക്കാലത്ത്, പ്രത്യേകിച്ച് 2ാം ലോക മഹായുദ്ധകാലത്ത് കോടിക്കണക്കിന് മനുഷ്യജീവൻ രക്ഷിച്ച് പെൻസിലിൻ ഒരു അത്ഭുത മരുന്ന് എന്ന ഖ്യാതി നേടി.